Next topic, how to find the limit of a vector valued functions. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിന്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇഫ് r of t equal to x of t I plus y of t j ഇങ്ങനെയാണെങ്കിൽ ലിമിറ്റ് r of t എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ലിമിറ്റ് കൊടുത്താൽ മതി. അതായത് ലിമിറ്റ് x of t I plus ലിമിറ്റ് y of t j. r of t എന്ന് പറയുന്നത് x of t I plus y of t j plus z of t k ആണെങ്കിൽ ലിമിറ്റ് എങ്ങനെയാണ്? ലിമിറ്റ് r of t എന്ന് പറയുന്നത് ലിമിറ്റ് x of t I plus ലിമിറ്റ് y of t j പ്ലസ് ലിമിറ്റ് z ഓഫ് ടി കെ. നമുക്ക് ഇത് വെച്ച് രണ്ടൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. നമുക്ക് ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 ആർ ഓഫ് ടി കണ്ടുപിടിക്കണം. ആർ ഓഫ് ടി അറിയാം. അപ്പൊ എന്താണ് ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. അതായത് ഫസ്റ്റ് ടേമിനകത്ത് ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 e raised to t I plus വീണ്ടും ലിമിറ്റ് t ടെൻഡിങ് ടു 0 sin 2t j പ്ലസ് ലിമിറ്റ് t ടെൻഡിങ് ടു 0 3 cos pi t k. മൂന്ന് ടേംസ് ഉണ്ട് ഇതിനകത്ത്. മൂന്നിനും പ്രത്യേകിച്ച് ലിമിറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് t ടെൻഡിങ് ടു 0, ഈ tക്ക് 0 കൊടുക്കുമ്പോൾ എന്താണ്? e raised to 0, e raised to 0 is 1. അപ്പൊ അവിടെ ഐ മാത്രമാണ്. പ്ലസ് ഇവിടെ എന്ത് വരും? സൈൻ 0 ജെ. എന്താണ് സൈൻ 0 ജെ? സൈൻ 0 0 ആണ്. അടുത്തത് ഇവിടെ എന്ത് വരും? 3 കോസ് 0 കെ. കോസ് 0 എന്താണ്? 1 ആണ്. അപ്പൊ എന്ത് വരും? ഐ പ്ലസ് 0 ജെ പ്ലസ് 3 കെ. അതായത് ഐ പ്ലസ് 3 കെ എന്ന് കിട്ടും ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ലിമിറ്റ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ദിസ്. ഇതെന്താണ്? ഇതൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ റെപ്രസെന്റേഷൻ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന് പാരാമെട്രിക് ഫോമിൽ നമുക്ക് ഇതേപോലെ കോമായിട്ട് എഴുതാം. ഇവിടെ എന്താണ്? എക്സ് ഓഫ് ടി, ഇവിടെ വൈ ഓഫ് ടി. ഇതേപോലെ എഴുതാം. മൂന്ന് ടേം വരുന്നെങ്കിലോ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, ഇസഡ് ഓഫ് ടി ഇങ്ങനെ എഴുതാം. ഈ ബ്രാക്കറ്റിന് പകരം ഇങ്ങനെ കൊടുത്താലും മതി. എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, അല്ലെങ്കിൽ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, ഇസഡ് ഓഫ് ടി. ഇതെല്ലാം വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ റെപ്രസെന്റേഷൻ തന്നെയാണ്. നമുക്ക് ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി കൊടുത്തു നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്താൽ എന്താണ് കിട്ടാൻ പോകുന്നത്? ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഡയറക്റ്റ് ആയിട്ട് അതിന് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് കിട്ടാൻ പോകുന്നത്? അതായത് ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കും, ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കും. അപ്പൊ എന്താവും? ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി ക്യൂബ് പ്ലസ് 1 ഇൻഫിനിറ്റി ബൈ 4 ടി ക്യൂബ് പ്ലസ് 2. ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താണ്? 4 ഇൻഫിനിറ്റി ക്യൂബ് പ്ലസ് 2 വീണ്ടും ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അല്ലാതെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി 1 അല്ല. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ടേംസിൽ വന്നുകൂടാ. അതായത് ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വന്നുകൂടാ. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനെ കുറച്ചുകൂടെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് വേറെ വാല്യൂ കിട്ടുമോ നോക്കാം. അതായത് ഇതൊരു പോളിനോമിയൽ അല്ലേ, മുകളിൽ നിന്നൊരു ടി ക്യൂബ് വെളിയിലാക്കാം. മുകളിൽ നിന്ന് ടി ക്യൂബ് വെളിയിലാക്കിയാൽ ബാക്കി എന്ത് വരും? ടി ക്യൂബ് വെളിയിൽ പോയി കഴിഞ്ഞു 1 പ്ലസ് 1 ബൈ ടി ക്യൂബ്. ഇതല്ലേ? ആ ഡിനോമിനേറ്ററിൽ നിന്നും ടി ക്യൂബ് വെളിയിലാക്കാം. ടി ക്യൂബ് ഇൻറ്റു 4 പ്ലസ് 2 ബൈ ടി ക്യൂബ്. ഇങ്ങനെ എടുക്കാമല്ലോ. ഇവിടെ രണ്ടിടത്ത് നിന്ന് നമ്മൾ ടി ക്യൂബ് വെളിയിലാക്കി. അപ്പൊ ആ ടി ക്യൂബ് വെട്ടിക്കളയാം. ഇനി ഇതിന്റെ ലിമിറ്റ് കൊടുത്തു നോക്കാം. ഇനി ഒരു 1 ബൈ ടിയും കൂടെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ലിമിറ്റ് കൊടുത്തു നോക്കാം. ലിമിറ്റ് ടി ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇതിൽ കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് വരും? 1 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി ക്യൂബ് 1 ബൈ ഇൻഫിനിറ്റി ബൈ 4 പ്ലസ് 2 ബൈ ഇൻഫിനിറ്റി അല്ലേ? കോമ 1 ബൈ ടി എന്താണ്? 1 ബൈ ഇൻഫിനിറ്റി. രണ്ടും ടേം ആയില്ലേ? എന്താണ് 1 ബൈ ഇൻഫിനിറ്റി? 1 ബൈ ഇൻഫിനിറ്റി 0, 2 ബൈ ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ എന്ത് വരും? ഇവിടെ 1 ബൈ 4 വരും. 1 ബൈ 4 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്, കോമ 0. ഇതാണ് ഇതിന്റെ ലിമിറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ലിമിറ്റ് ടി ടെൻഡിങ് ടു 3 ടി സ്ക്വയർ ഐ പ്ലസ് 2 ടി ജെ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കാം. അതായത് ഇതെന്ത് വരും? ലിമിറ്റ് t tending to 3 t square I
പ്ലസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു 3 2tj. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു. അപ്പൊ എന്താണ് ലിമിറ്റ് ടി ടെൻഡിങ് ടു 3 ആണ്. അപ്പൊ ടിക്ക് 3 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 3 സ്ക്വയർ വിച്ച് ഈസ് 9i പ്ലസ് 2t 3 കൊടുക്കുമ്പോൾ എന്താണ് 6j 9i പ്ലസ് 6j എന്ന് കിട്ടി. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ലിമിറ്റ് ടി ടെൻഡിങ് ടു pi by 4 cos t sin t. ഇതെങ്ങനെയാണ്? ഇന്നത്തെ ലിമിറ്റ് കൊടുത്താൽ മതി. അതായത് ലിമിറ്റ് ടി ടെൻഡിങ് ടു pi by 4 cos t. അടുത്ത ടൈം ലിമിറ്റ് ടി ടെൻഡിങ് ടു pi by 4 sin t. അപ്പൊ എന്താണ്? ടിക്ക് ഡയറക്റ്റ് ആയിട്ട് pi by 4 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ ആദ്യം എന്ത് വരും? cos pi by 4. രണ്ടാമത്തെ എന്താണ്? sin pi by 4. എന്താണ് pi by 4? 45 ഡിഗ്രി. എന്താണ് cos 45 ഡിഗ്രിയും sin 45 ഡിഗ്രിയും? 1/√2 1/√2 അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? 1/√2 1/√2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഈ റാഡിക്കൽ ഫോം താഴെ നിന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു √2 കൊണ്ട് മുകളിൽ താഴെ ഇൻറ്റു ചെയ്യാം. അപ്പൊ എന്താവും? മുകളിൽ √2 വരും, താഴെ എന്ത് വരും? √2 × √2 2. അവിടെയും √2/2 ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 2√ti പ്ലസ് sin t by tj. നമുക്ക് ലിമിറ്റ് അകത്തോട്ട് കയറ്റി കൊടുത്താൽ മതി. അതായത് ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 2√ti പ്ലസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 sin t by tj. ഇവിടെ എന്ത് വരും? നമ്മൾ ടിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്ക് 2√0i എന്നല്ലേ? അപ്പൊ 0i ഫസ്റ്റ് ടൈം ആയി കഴിഞ്ഞു. ഇവിടെ കോമയാണ്. രണ്ടാമത്തെ ടൈം എന്താണ്? ഇതെന്താണ്? ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 sin t by t എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് +2 പഠിച്ച ഒരു റിസൾട്ട് ആണ്. ലിമിറ്റ് ടി ടെൻഡിങ് ടു 0 sin t by t എന്ന് പറഞ്ഞാൽ 1 ആണ്. അതൊരു റിസൾട്ട് ആണ്. ആ റിസൾട്ട് ഉപയോഗിച്ച് എന്ത് പറയാം? അവിടെ അപ്പൊ എന്ത് വരും? 1j. അപ്പൊ എന്ത് വന്നു? 0i, j. ഇതല്ലേ? അതെങ്ങനെ വെക്ടർ ഫോമിൽ എഴുതാം? 0i പ്ലസ് j, അതായത് j മാത്രം. ഇതല്ലേ? നമുക്ക് ഇതിനെ വെക്ടർ ഫോമിൽ ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നത് വെക്ടർ ഫോമിലാണ്. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? ആദ്യം ഇത് ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 5 × 2i, അതായത് 10i. അടുത്തെന്ത് വരും? 3j. അവിടെ t ഇല്ലല്ലോ, അപ്പൊ ലിമിറ്റ് കൊടുക്കാനില്ല. 3j പ്ലസ് t²k. t² എന്താണ്? 2². അപ്പൊ 4k. പെട്ടെന്ന് കിട്ടിയില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ലിമിറ്റ് t ടെൻഡിങ് ടു 1 3/t², ln t by t² minus 1 cos 3t. ഇതാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ നോക്കാം. ആദ്യം ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്ത് നോക്കുമ്പോഴത്തേക്ക് 3/1 അല്ലേ കൊടുക്കുന്നത്? അപ്പൊ 1² 1. അടുത്തെന്ത് വരും? ln 1/1 minus 1. എന്തായി? നോട്ട് ഡിഫൈൻഡ് ആയില്ലേ? നോട്ട് ഡിഫൈൻഡ്. അപ്പൊ അത് പ്രശ്നമാണ്. ഈ cos 3t എന്താണ്? നമുക്ക് ടിക്ക് 1 കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? cos 3. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും ഓക്കെയാണ്. പക്ഷെ സെക്കൻഡ് എലമെന്റ് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ നോട്ട് ഡിഫൈൻഡ് വരാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ln t by t² minus 1ന്റെ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത്? ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ലിമിറ്റ് കൊടുത്ത് നോക്കുക. അപ്പൊ എന്ത് വരും? നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ln tയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t 1/t, t² minus 1ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t 2t. അപ്പൊ എന്ത് വരും? 3/1 3 തന്നെയാണ്.
അടുത്ത് എന്ത് വന്നു 1/t/2t 1/t ഇൻറ്റു 1/2t. അപ്പൊ എന്ത് വരും 1/2t². ഇങ്ങനെയല്ലേ 1/t/2t എന്ന് പറയുമ്പോഴത്തേക്ക് 1/t ഇൻറ്റു 1/2t 1/2t², കോമ cos 3 എന്നാണ്. ഇനി ഇവിടെ നമുക്ക് ടിക്ക് ലിമിറ്റ് കൊടുക്കാം. ടി എന്താണ് പറയുന്നത് 1 അല്ലേ, അത് കൊടുക്കുമ്പോൾ എന്ത് വരും 3 1/2 cos 3. നമ്മുടെ ക്വസ്റ്റ്യൻ വെക്ടർ ഫോമിൽ അല്ല, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ വെക്ടർ ഫോമിലാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, വെക്ടർ ഫോമിലാക്കുകയാണെങ്കിൽ ഇതെന്താണ് പാരാമെട്രിക് ഫോമിലാണ്. ഇത് വെക്ടർ ഫോമിലാക്കണമെങ്കിൽ 3i പ്ലസ് 1/2j പ്ലസ് cos 3k. അപ്പോഴേ ഇവിടെ ഈ സെക്കൻഡ് ടൈമിൽ നമ്മൾ ലിമിറ്റ് കൊടുത്തപ്പോൾ എന്താണ് വന്നത്, നോൺ ഡിഫൈൻഡ് എന്നൊരു ടൈം വന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്, എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. എൽ ഹോസ്പിറ്റൽ റൂൾ എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത്, ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ്, എന്നിട്ട് നമ്മൾ ടിക്ക് ലിമിറ്റ് കൊടുത്തു. അപ്പോഴൊരു വാലിഡ് ആയിട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ ഓക്കെ, കിട്ടിയില്ലെങ്കിലോ വീണ്ടും ഇതിന്റെ ഡെറിവേറ്റീവ്, ഇത് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക, വീണ്ടും ലിമിറ്റ് കൊടുക്കുക. അപ്പോഴും ഇൻവാലിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും മുകളിൽ ഡെറിവേറ്റീവ് താഴെ ഡെറിവേറ്റീവ്, എപ്പോഴാണോ ഒരു വാലിഡ് ആൻസർ കിട്ടുന്നത് അതുവരെ ചെയ്ത് നോക്കും. അതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കേണ്ടത് കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് അത് കണ്ടിന്യൂസ് ആയിരുന്നാൽ മതി. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ, ഇതൊരു കമ്പോണന്റ് ആണ്, ഇതൊരു കമ്പോണന്റ് ആണ്, ഇതൊരു കമ്പോണന്റ് ആണ്, അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതായത് d/dt ഓഫ് r ഓഫ് t കണ്ടുപിടിക്കണം. സാധാ പോലെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് കമ്പോണന്റ് ഫംഗ്ഷൻസിന്റെ ഓരോന്നാലും ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പൊ ഫസ്റ്റ് ടൈം എന്താണ്, ഫസ്റ്റ് ടൈമിൽ d/dt ഓഫ് 1/t³ i. സെക്കൻഡ് ടൈമിലോ d/dt ഓഫ് t(e⁻⁻tj) പ്ലസ് വീണ്ടും d/dt ഓഫ് sin 2t k. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്, ടിക്കാണ് നോക്കുന്നത്. അപ്പം 1 പ്ലസ് t³ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എന്താണ്, 1ന് 0 ആണ്, t³ 3t²i, ഒരു ഐ കൂടെ ഉണ്ടല്ലോ. ഇതിനകത്ത് എന്താണ് പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ t ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ e⁻⁻t ആണ്. അപ്പം പ്രോഡക്റ്റ് റൂൾ വേണം. പ്ലസ് എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് e⁻⁻t എന്താണ് മൈനസ് e⁻⁻t പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ e⁻⁻t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t വിത്ത് റെസ്പെക്ട് ടു ടി, അത് 1 ആണ്. വെളിയിൽ ഒരു ജെയും കൂടെ ഉണ്ട്. പ്ലസ് എന്താണ് ഡെറിവേറ്റീവ് ഓഫ് sin 2t, sin 2tയുടെ ഡെറിവേറ്റീവ് cos 2t ആണ്. 2tയുടെ ഡെറിവേറ്റീവ് ഒരു 2 കൂടെ ഉണ്ട്, ഒരു kയും കൂടെ ഉണ്ട്. ഇതാണ് എന്റെ ആൻസർ. അതായത് 3t²i പ്ലസ് e⁻⁻t വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ 1 - tj പ്ലസ് 2 cos 2t k. Next question, show that the space curve given by r of t is a differentiable curve. ഈ തന്നിട്ടുള്ള r of t ഒരു ഡിഫറൻഷ്യബിൾ കർവ് ആണെന്ന് പറയുന്നതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞാൽ മതി. അതായത് ഡെറിവേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ഡെറിവേറ്റീവ് എടുത്ത് നോക്കുമ്പോൾ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ എന്ത് പറയാം, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ. r of t അറിയാമായിരുന്നു. r of t എന്താണ് 2t²i പ്ലസ് 3t² പ്ലസ് 1j പ്ലസ് 5 sin 2tk. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ എന്ത് പറയാം, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ r' അല്ലെങ്കിൽ d/dt ഓഫ് r of t എന്താണ്, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് 2t²ന് 4t ഒരു ഐയും കൂടെ ഉണ്ട്. 3t² പ്ലസ് 1 എന്താണ് 3t²ന് 6t പ്ലസ് 1ന് 0 ആണ് ഇൻറ്റു j പ്ലസ് 5 sin 2tക്ക് cos 2t എന്താണ് 2tക്ക് ഒരു 2 കൂടെ ഉണ്ട്, പിന്നെ ഒരു kയും കൂടെ. അപ്പൊ എന്താവും 4ti പ്ലസ്
60j പ്ലസ് 10 cos 2t k എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഉണ്ട്. ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ എന്താ പറയാം? therefore r of t is a differentiable curve എന്ന് പറഞ്ഞൂടെ? therefore r of t is a differentiable curve. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്ത് പറയാം? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് 4 പാർട്ട് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ആർ ഓഫ് ടി ഈസ് ഗിവൺ. അപ്പൊ എന്താണ് ആർ ഡാഷ് ടി? ലിമിറ്റ് എടുത്താൽ മതി. അതായത് 4 + 5t ഡെറിവേറ്റീവ് എന്താണ്? 4 0, 5t 5. ഒരു ഐയും കൂടെ ഉണ്ട്. t - t²നോ? tക്ക് 1, t² 2t j. ആൻസർ ആയി കഴിഞ്ഞു. 5i + 1 - 2tj. അതാണ് അതിന്റെ ഡെറിവേറ്റീവ്. ഇവിടെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സെക്കൻഡ് പാർട്ട്, ബി പാർട്ടിലെ ആർ ഡാഷ് ടി എന്താണ്? ഈ തന്നിരിക്കും പോലെ തന്നെ എഴുതാം. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് 1/t - 1/t²? എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ടി? 1/1 + t². ഇതല്ലേ ടാൻ ടിയുടെ ഡെറിവേറ്റീവ്? 1/1 + അല്ല സോറി, ടാൻ ഇൻവേഴ്സ് ടിക്കാണ് അത്. ടാൻ ടിക്ക് എന്താണ്? sec²t ആണ്. ടാൻ ടിക്ക് sec²t ആണ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ ടി sec²t. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് e⁻²t? 2e⁻²t. അവിടെയും ഡെറിവേറ്റീവ് ഉണ്ട് അല്ലേ? അടുത്ത പാർട്ട് നോക്കിക്കേ. ഡെറിവേറ്റീവ് എടുത്താൽ മതി വെറുതെ. ആർ ഡാഷ് ടി എന്ന് പറയുന്നത് 6iക്ക് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പം അവിടെ ഇല്ല. മൈനസ് sin tക്ക് cos t ആണ്. ജെയും കൂടെ ഉണ്ട് അല്ലേ? അടുത്ത പാർട്ട് നമുക്ക് ആർ ഓഫ് ടി അറിയാം. ആർ ഡാഷ് ടി എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് ടി. എന്താണ് ടാൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ്? ടാൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് 1/1 + t². ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് ടി ആണ് 1/1 + t². ഒരു ഐ പ്ലസ്. ഇനി ടി കോസ് ടിക്ക് എന്താണ്? പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി - sin t പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അത് 1 ആണ്. വെളിയിൽ ഒരു ജെ ഉണ്ട്. -2 എന്താണ്? റൂട്ടിയുടെ ഡെറിവേറ്റീവ് 1/2√t. ഒരു കെയും കൂടെ 2 വെട്ടിക്കളയാം. ബാക്കിയാണ് ആൻസർ. അതായത് i/1 + t² പ്ലസ് നമുക്ക് ആൻസറിന് ഇതേപോലെ എഴുതാം. അതായത് 1/1 + t²i പ്ലസ് cos t - t sin tj - 1/√t k. നെക്സ്റ്റ് ടോപ്പിക് ഇന്റഗ്രേഷൻ ആണ്. ഹൗ ടു ഫൈൻഡ് ദ ഇന്റഗ്രേഷൻ ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. സാധാ ഇന്റഗ്രേഷൻ പോലെ തന്നെയാണ്. ഇവാലുവേറ്റ് 5i + 4tj dt. എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതായത് 5iയുടെ ഇന്റഗ്രൽ എന്താണ്? ടിക്കാണ് ചെയ്യുന്നത്. അപ്പൊ 5ക്ക് 5ti. 4tക്ക് എന്താണ്? 4 × tക്ക് t²/2j പ്ലസ് c. ഒരു കോൺസ്റ്റന്റ് c വേണം. അപ്പൊ എന്ത് വരും? 5ti പ്ലസ് 2t²j പ്ലസ് c ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ t²i - 4tj പ്ലസ് 1/tk dt. അതായത് സാധാ ഇന്റഗ്രേഷൻ പോലെ തന്നെയാണ്. ഓരോ ടേംസ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്താണ് ഇന്റഗ്രൽ ഓഫ് t² എന്ത് വരും? t³/3i മൈനസ് 4tക്ക് എന്താണ്? 4t²/2j. 1/tക്ക് എന്താണ്? 1/tയുടെ ഇന്റഗ്രൽ log t. 1/tയുടെ ഇന്റഗ്രൽ log t k പ്ലസ് ഒരു കോൺസ്റ്റന്റ് c കൂടെ വേണം. അതായത് t³/3i മൈനസ് 2t²j പ്ലസ് log t k പ്ലസ് c എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമുക്ക് ഓരോ പാർട്ടായിട്ട് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അതുപോലെ ചെയ്താൽ മതി. ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് കോസ്റ്റിയുടെ ഇന്റഗ്രൽ എന്താണ്? വാട്ട് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് cos t sin t? എന്താണ് ഇന്റഗ്രൽ ഓഫ് sin t? -cos t
പ്ലസ് ഒരു കോൺസ്റ്റന്റ് സി വേണം. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ എന്താണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ? ലിമിറ്റ് ഇല്ല എങ്കിൽ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇല്ല എങ്കിൽ അതിന്റെ പേര് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലസ് സി വേണം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിൽ പ്ലസ് സിയുടെ ആവശ്യമില്ല, നമുക്ക് കറക്റ്റ് ആൻസർ ആണ് കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതേ ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താ ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ടി തന്നെയാണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി? മൈനസ് ഇ റൈസ് ടു മൈനസ് ടി. എന്താണ് 3t സ്ക്വയറിന്? 3t³ 3 പ്ലസ് ഒരു സിയും കൂടെ വേണം. അതായത് നമുക്കിതിനെ വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ, ഇതിപ്പോ എന്താണ് പാരാമെട്രിക് ഫോം ആണ്. വെക്ടർ ഫോമിൽ എഴുതണമെങ്കിൽ എന്താണ് ഇ റൈസ് ടു ടി ഐ, അടുത്ത എന്താണ് മൈനസ് ഇ റൈസ് ടു ടി ജെ. ഈ 3 വെട്ടി കളഞ്ഞിട്ട് t³ പ്ലസ് സി ആണ് ഇതിന്റെ ആൻസർ. നമുക്ക് എന്താണ് വെക്ടർ ഫോമിൽ. ഇവിടെ മൈനസ് ആണ്, മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ജെ പ്ലസ് t³ പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് ഉള്ളതിന്റെ പേരെന്താണ്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതായത് സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്താണ് കോസ് 2tക്ക്? കോസിന് സൈൻ ആണ്, സൈൻ 2t ബൈ ഒരു 2. സൈൻ 2tക്ക് എന്താണ്? സൈന് മൈനസ് കോസ് 2t ബൈ 2. ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് എന്താണ്? 0 to π/2 ലിമിറ്റ് കൊടുക്കണം. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം, അടുത്ത് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പൊ എന്ത് വരും? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് സൈൻ 2tക്കാണ് π/2 ബൈ 2 കോമ മൈനസ് കോസ് 2tക്ക് π/2 ബൈ 2. ഇത് അപ്പർ ലിമിറ്റ് കൊടുത്തതാണ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്? ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് സൈൻ 0/2 അല്ലേ? സൈൻ 0/2. അടുത്ത് എന്ത് വരും? മൈനസ് കോസ് 0/2 ഇങ്ങനെ വരും. ഇനി ഇതിന്റെ വാല്യൂ നോക്കാം. എന്താണ്? സൈൻ പൈ, സൈൻ n/0 ആണ്. അപ്പൊ സൈൻ പൈയും 0 ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ടൈം 0 എന്ന് വരും. സെക്കൻഡ് ടൈം എന്താണ്? 2 വെട്ടി കളഞ്ഞിട്ട് കോസ് പൈ, കോസ് പൈ -1 ആണ്. മൈനസ് കോസ് പൈ +1. അപ്പൊ 0,1/2 മൈനസ് സൈൻ 0 0 ആണ്. 0/2 0, കോസ് 0 1 ആണ്. അപ്പൊ -1/2 ഇതല്ലേ? ഇപ്പൊ നമ്മളിന്ന് മൈനസ് ചെയ്യണത് എങ്ങനെയാണ്? 0 - 0 ആണ് ഫസ്റ്റ് ടൈം. 0 - 0 ആണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്താണ്? 1/2 മൈനസ് -1/2. എക്സ് തമ്മിൽ മൈനസ് ചെയ്യും, y തമ്മിൽ മൈനസ് ചെയ്യും. 0 - 0 എന്താണ്? 0. 1/2 മൈനസ് 1/2 അത് 1 ആണ്. 1/2 പ്ലസ് 1/2 1 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 0,1 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to 1 3t² plus 4t³ dt. എന്ത് ചെയ്താൽ മതി? ആദ്യം 3t² ഇന്റഗ്രൽ എന്താണ്? 3t²ന് t³/3 ഒരു ഐയും കൂടെ പ്ലസ് 4t³ എന്താണ്? t³ t⁴/4 ഒരു j. എന്താണ്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് പ്ലസ് സി വേണ്ട, ലിമിറ്റ് കൂടെ കൊടുത്താൽ മതി. ലിമിറ്റ് എന്താണ്? 0 to 1 ആണ്. 3 വെട്ടിപ്പോവും, 4 വെട്ടിപ്പോവും. ഇനി ലിമിറ്റ് കൊടുക്കാം. അതായത് t³ പ്ലസ് t⁴j. ലിമിറ്റ് 0 to 1 ആണ്. ഈ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് t³ 1³ പ്ലസ് 1³ j. i പ്ലസ് j തന്നെയാണ്. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. i പ്ലസ് j ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. i ഇൻറ്റു എന്താണ്? 3t²ന് 3 ഇൻറ്റു t²ന് t³/3 j ഇൻറ്റു 4 t³ t⁴/4 പ്ലസ് k ഇൻറ്റു 8 tക്ക് എന്താണ്? t²/2. ലിമിറ്റ് 0 to 2 കൂടെ കൊടുക്കണം. 3 വെട്ടിപ്പോവും, 4 വെട്ടിപ്പോവും. അപ്പൊ എന്താണ്? t³ മൈനസ് t⁴j പ്ലസ് 8ഉം 2ഉം കൂടെ വെട്ടിപ്പോയിട്ട് 4 t²k. ലിമിറ്റ് 0 to 2 ആണ്. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2³ 8 ആയി മൈനസ് 2⁴ 16j 4t². 4 × 4 16k. 0 കൊടുക്കുമ്പോൾ എല്ലാ ടൈം 0 ആണ്. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്.
ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ചെയ്തെല്ലാം ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞത്? മോഡുലസ് IT പ്ലസ് J2T² എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റ് ഇന്റഗ്രൽ 0 to 2 അതുപോലെ എഴുതാം. ഈ മോഡുലസിന്റെ മീനിങ് എന്താണ്? റൂട്ട് ഓഫ് ഐയുടെ കൂടെ വരുന്ന ടിയുടെ സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ വരുന്ന 2T² സ്ക്വയർ, പിന്നെ ഒരു DT കൂടെ ഉണ്ട്. ഇതാണ് മോഡുലസിന്റെ മീനിങ്. അതായത് റൂട്ട് x² പ്ലസ് y² എന്നാണ്. എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ വരുന്നത് T², y എന്ന് പറയുമ്പോൾ ജെയുടെ കൂടെ വരുന്നത് 2T², അതിന്റെ സ്ക്വയർ, രണ്ടിന്റെ സമ്മിന്റെ റൂട്ടാണ്. അപ്പൊ 0 to 2 ഇന്റഗ്രൽ അല്ല റൂട്ട് T² പ്ലസ് 4T⁴ dt എന്ന് വരും. നമുക്ക് ഇവിടെ നിന്ന് ഒരു T² വെളിയിൽ എടുത്തൂടെ? ആ T² വെളിയിൽ വരുമ്പോൾ T ആയിട്ടല്ലേ വരുള്ളൂ. ഇന്റഗ്രൽ 0 to 2 T റൂട്ട് ഈ T² പോയി കഴിഞ്ഞു. അപ്പൊ 1 പ്ലസ് 4 ഒരു T² പോയി കഴിഞ്ഞു, ബാക്കി T² dt. ഇതാണല്ലോ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് 1 പ്ലസ് 4T² u എന്ന് കൊടുക്കാം. 1 പ്ലസ് 4T² u എന്ന് കൊടുക്കാം. അപ്പൊ ഡെറിവേറ്റീവ് എന്താണ്? 80 dt. 80 dt ഈക്വൽ ടു du എന്ന് കിട്ടും. അതായത് T dt എന്താണ്? du/8 എന്ന് കിട്ടും. അപ്പൊ എന്താവും? ഇന്റഗ്രൽ നമുക്ക് ഇനി ലിമിറ്റ് കൊടുക്കണ്ട. ഇന്റഗ്രൽ റൂട്ട് എന്താണ്? യു അല്ലേ? റൂട്ട് യു. T dt എന്ന് പറഞ്ഞാൽ du/8. ഇതാണല്ലോ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് ടിയിൽ വന്നതിന് ശേഷം മാത്രം ഈ ലിമിറ്റ് കൊടുക്കുക. കാരണം ഇത് യുവിന്റെ ലിമിറ്റ് അല്ല, ടിയുടെ ലിമിറ്റ് അല്ലേ. അതിപ്പോ നമ്മൾ കൊടുക്കുന്നില്ല. എന്താണ്? 1/8 വെളിയിലാക്കാം. എന്താണ് റൂട്ട് യുവിന്റെ ഇന്റഗ്രൽ? റൂട്ട് യു എന്ന് പറഞ്ഞാൽ u⁻½ ആണ്. റൂട്ട് യു എന്ന് പറഞ്ഞാൽ u⁻½ ആണ്. എന്താണ് u⁻½ ഇന്റഗ്രൽ? u⁻½ പ്ലസ് 1/½ അല്ലേ? x⁻m ന്റെ ഇന്റഗ്രൽ എന്താണ്? x⁻m+1/m+1. അപ്പൊ u⁻½ പ്ലസ് 1, അതായത് ½ പ്ലസ് 1 3/2 ആണ്. u⁻³ അല്ലേ? ഇത് എഴുതുമ്പോഴത്തേക്ക് 1/8 ഇൻറ്റു തിരിച്ചു വരും 2/3. ബാക്കി എന്താണ്? u⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് യുവിന്റെ ക്യൂബാണ് അല്ലേ? u⁻³ എന്ന് പറഞ്ഞാൽ u⁻1/2 ദ ഹോൾ ക്യൂബ് എന്താണ്? u⁻1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് യുവിന്റെ ക്യൂബാണ് ഈ സംഭവം. അപ്പൊ എന്താവും? ഇവിടെ എന്താ ആയിരിക്കും? ഇവിടെ 4 ആവും. 4 × 3 12. റൂട്ട് യു എന്താണ്? യു എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4T², പിന്നെ അതിന്റെ ക്യൂബ്. തിരിച്ച് ടിയിലോട്ടായി കഴിഞ്ഞു. ടിയുടെ ലിമിറ്റ് എന്താണ്? 0 to 2 ആണ്. ഇനി ഈ ലിമിറ്റ് കൂടെ കൊടുക്കാം. അപ്പൊ എന്ത് വരും? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 1/12 ഇൻറ്റു അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോഴത്തേക്ക് 2² 4 × 4 16 16 പ്ലസ് 1 17 റൂട്ട് 17 ക്യൂബ്. ഇതാണ് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താലോ? ടിക്ക് 0 ആണ്. അപ്പൊ ഈ ടൈമില്ല. റൂട്ട് പക്ഷെ 1 ഉണ്ട്. അപ്പം 1/12 ഉണ്ട് അവിടെ. അപ്പൊ ഈ 1/12 വെളിയിലെടുത്താൽ എന്ത് വരും? 1/12 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ റൂട്ട് 17, അതായത് 17⁻³ മൈനസ് 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുണ്ട്, dr/dt തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് r(t) കണ്ടുപിടിക്കണം. കൂടെ r(1) തന്നിട്ടുണ്ട്. dr/dt നിന്ന് r(t) എങ്ങനെ കണ്ടുപിടിക്കും? ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? dr/dt ഈസ് ഗിവൺ. dr/dt ഈക്വൽ ടു 2ti മൈനസ് 4t³ j. dr/dt ഉണ്ട്. അപ്പൊ r(t) എന്ന് പറയുന്നത് r(t) എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ 2ti മൈനസ് 4t³ j വിത്ത് റെസ്പെക്ട് ടു dt. ഇതല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡെറിവേറ്റീവ് ആണ് തന്നിട്ടുള്ളത്. r(t) കണ്ടുപിടിക്കണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 2tക്ക് 2t²/2 ഒരു i മൈനസ് 4t³ t⁴/4 j പ്ലസ് ഒരു കോൺസ്റ്റന്റ് കൂടെ. ലിമിറ്റ് ഇല്ലല്ലോ. അപ്പൊ ഒരു പ്ലസ് ഒരു സിയും കൂടെ. 2 വെട്ടിപ്പോയി. അപ്പൊ എന്ത് വരും? t² i
4 വെട്ടിപ്പോയിട്ട് മൈനസ് ടി ക്യൂബ് അല്ല ടി റൈസ് ടു 4j പ്ലസ് സി എന്നാണ്. ആർ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തുണ്ട്? ആർ ഓഫ് 1 തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആർ ഓഫ് 1 ചെയ്ത് നോക്കാം. ആർ ഓഫ് 1 ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടുമോ നോക്കാം. ആർ ഓഫ് 1 എന്താണ്? ആർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈ ടിക്ക് 1 കൊടുക്കുമ്പോഴത്തേക്ക് ഐ മൈനസ് ജെ പ്ലസ് സി എന്ന് കിട്ടി. അപ്പൊ dr/dt എന്ന് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ആർ ഓഫ് ടി കണ്ടുപിടിച്ചു. ആർ ഓഫ് ടി എന്ന് ടിക്ക് 1 കൊടുത്തപ്പോൾ ആർ ഓഫ് 1 കിട്ടി. ഇനി ആർ ഓഫ് 1 തന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണ്ടേ? ആർ ഓഫ് 1 ഇതാണ്, ആർ ഓഫ് 1 ഇതുമാണ്. അപ്പൊ രണ്ടും കൂടെ ഈക്വൽ ആയിരിക്കണമല്ലോ. അപ്പൊ എന്ത് വരും? അതായത് ഗിവൺ നമ്മുടെ ആർ ഓഫ് 1 എന്ന് പറയുന്നത് 2i പ്ലസ് 4j ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കിട്ടിയ ആർ ഓഫ് 1 എന്താണ്? i മൈനസ് ജെ പ്ലസ് സി ആണ്. അതും ഇപ്പൊ ഈ 2i പ്ലസ് 4jയും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി കണ്ടുപിടിക്കാമല്ലോ. സി എന്താണ്? സി ഈക്വൽ ടു സി പോയിട്ട് ബാക്കിയെല്ലാം മറച്ചു സൈഡ് പോട്ടെ. 2i മൈനസ് ഐ പ്ലസ് 4j പ്ലസ് ജെ. അപ്പൊ എന്താവും? ഐ പ്ലസ് 5j എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആർ ഓഫ് ടി എന്താണ്? ആ സിക്ക് വാല്യൂ കൊടുത്താൽ മതിയല്ലോ. ആർ ഓഫ് ടി അതായത് ടി സ്ക്വയർ ഐ മൈനസ് ടി റൈസ് ടു 4j പ്ലസ് സിക്ക് പകരം ഐ പ്ലസ് 5j. ഒന്ന് വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. ഐ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്ത് വരും? ആർ ഓഫ് ടി ഈക്വൽ ടു ഐ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ടി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഐ പ്ലസ് ജെ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് 5 മൈനസ് ടി റൈസ് ടു 4j. നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിരുന്നാൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിരുന്നാൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കിയാൽ മതി. അടുത്ത് ഡെറിവേറ്റീവ് കാണാൻ പഠിച്ചു. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ എന്താണ്? സാധാ പോലെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിരുന്നാൽ ഇന്റഗ്രേറ്റ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.